നല്ലൊരു തിരക്കുള്ള ദിവസമായിരുന്നു അന്ന്. കോഫി ഷോപ്പിൽ നിന്നു തിരിയാൻ ഇടമില്ല. രാത്രിയിലെ ഉറക്കമില്ലായ്മയും ജോലിഭാരവും കൊണ്ട് തളർന്നിരുന്നു. തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നില്ല. പതിവ് പോലെ 4ാമത്തെ വരിയിലായിരുന്നു എൻ്റെ ഡ്യൂട്ടി. മാന്യനെന്ന് തോന്നിക്കുന്ന ഒരാൾ കയറി വന്ന്, വെള്ള വസ്ത്രം, നീണ്ട മുടി, ഒരുപക്ഷേ വല്ല എഴുത്തുകാരും ആയിരിക്കും. കോഫിയും സ്നാക്സും ഓർഡർ ചെയ്തു. ഞാൻ അതുമായി ചെല്ലുന്നതിനിടയിലാണ് കൈയൊന്ന് ഇടറിയത്. അയാളുടെ വെള്ള വസ്ത്രത്തിലേക്ക് ചൂട് കാപ്പി തെറിച്ചു. സീറ്റിൽ നിന്ന് അയാൾ ചാടി എണീക്കുകയും ഒപ്പം തന്നെ എൻ്റെ കവിളിൽ കൈകൾ ആഞ്ഞു പതിക്കുകയും ചെയ്തു. ഒരു നിമിഷം എനിക്ക് പരിസരബോധം നഷ്ടപ്പെട്ടു. കൗണ്ടറിൽ നിന്നും മാനേജർ ഓടി വരികയും അയാളോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. നോക്കി നിൽക്കാതെ ക്ലീൻ ചെയ്യടാ. തട്ടിപ്പോയ കാപ്പിക്കപ്പ് നോക്കി മാനേജർ കൽപ്പിച്ചു. ഉടഞ്ഞ കപ്പും മേശയും ക്ലീനാക്കി. കവിൾ ചുട്ടുപൊള്ളുന്നുണ്ട്, ഒപ്പം നെഞ്ചും. കോഫി ഷോപ്പിലെ എല്ലാവരുടെയും ശ്രദ്ധ എൻ്റെ നേർക്കാണ്. അകത്തേക്ക് പോയി കുറച്ചു നേരം കരഞ്ഞു. പിന്നീട് വീണ്ടും സെർവിനായി ഹാളിലേക്ക് വന്നു. ആ സമയം അത്രയും തന്നെ നോക്കിയിരുന്ന ഒരു പയ്യനെയാണ് ഞാൻ കാണുന്നത്. മുൻപ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും തൻ്റെ ശ്രദ്ധ കൂടുതൽ പതിഞ്ഞത് ഇന്നാണ്. തന്നോട് മാത്രമേ അവൻ ഓർഡർ പറയുള്ളൂ എന്നും പതിവ് പോലെ അവൻ ഈ സമയത്ത് എത്താറുണ്ട്. ഒരു കാപ്പി എൻ്റെ നേരെ അവൻ വിരലുയർത്തി പറഞ്ഞു. കാപ്പി സ്നാക്സ് എടുത്ത് അവൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവൻ്റെ തിളങ്ങുന്ന കണ്ണുകൾ നനഞ്ഞതായി കണ്ടു. തിരിഞ്ഞു നടക്കുമ്പോൾ അവൻ തൻ്റെ കയ്യിൽ പതിയെ പിടിച്ചു. വല്ലാതെ വേദനിച്ചു അല്ലേ? ചിരിക്കുക മാത്രം ചെയ്തു. കാപ്പി കഴിച്ച് അവൻ തിരിച്ചുപോയി. അന്ന് രാത്രി ശരിയാവണ്ണം ഉറങ്ങാൻ കഴിഞ്ഞില്ല. 2 ചിന്തകൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. വേദനകൾ ഒരുപാട് അനുഭവിച്ചതാണ്, ശാരീരികമായും മാനസികമായും. അതുകൊണ്ട് അത് മനസ്സിൽ നിന്നും മായ്ച്ചു കളയാമെന്ന് വിചാരിച്ചു. പക്ഷേ 2ാമത്തെ ചിന്തകൾ, അവൻ ആരായിരിക്കും? തന്നെ കാണാൻ വേണ്ടി മാത്രമാണോ ഈ ഷോപ്പിലേക്ക് വരുന്നത്? എൻ്റെ കാര്യത്തിൽ എന്താണ് ഇത്രയും ആദിയും ഉത്കണ്ഠയും? എത്ര ചിന്തിച്ചിട്ടും എനിക്കത് പിടികിട്ടിയില്ല. ഓരോ ദിവസം കഴിയും തോറും ആ ഒരു മുഖത്തിനു വേണ്ടി ദാഹിച്ചു തുടങ്ങി. ഓർമ്മകളിൽ ആശ്വാസം കണ്ടെത്താൻ തുടങ്ങി. ആരെങ്കിലുമുണ്ട് എന്നൊരു തോന്നൽ എൻ്റെ ജീവിതത്തിലുണ്ടായത് അവനായിട്ടുള്ള സൗഹൃദത്തിന് ശേഷമാണ്. പലതവണ പുറത്തേക്ക് വിളിച്ച് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങിത്തരും. അടുത്ത ലീവിന് വീട്ടിലേക്ക് കൊണ്ടുപോകാം, എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭാവി വധുവായ പെൺകുട്ടിയെയും. ക്രിസ്മസ് അവധിക്ക് 2 ദിവസം നാട്ടിൽ പോകുന്നുണ്ടോ എന്ന് മാനേജർ ചോദിച്ചപ്പോൾ പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതുവരെയുള്ള ശമ്പളം കണക്ക് തീർത്ത് കയ്യിൽ തരുമ്പോൾ അതൊരു വലിയ തുകയുണ്ടായിരുന്നു. അവൻ എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് വാങ്ങി തന്നതല്ലേ, എന്തെങ്കിലും തിരിച്ചു വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്നത് മര്യാദയല്ലല്ലോ. പിറ്റേന്ന് ടൗണിൽ കറങ്ങി നടന്നു. ഒരു വെള്ളി കുരിശുമാല കരസ്ഥമാക്കി. ഇന്നാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ ആ ദിവസം. അനാഥാലയത്തിൻ്റെ പടികളിറങ്ങി പോരുമ്പോൾ ആകെ ഒരു ജോഡി ഡ്രസ്സാണ് കയ്യിലുണ്ടായിരുന്നത്. പിന്നീട് അത് പാകമാകാതെ ആയപ്പോൾ എടുത്ത 1-2 ടീഷർട്ട്. അതൊന്നും പറ്റില്ല. ആദ്യമായി ഒരു വീട്ടിലേക്ക് പോവുകയാണ്. ഒരുപാട് വീടുകൾ പുറമേ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉൾവശത്ത് എന്താണെന്നോ ഒന്നും അറിയില്ല. അവൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടാകുമെന്നറിയില്ല. അനാഥനായ ദരിദ്രനായ എന്നെ അവൻ എങ്ങനെ ഉൾക്കൊള്ളൂ എന്നും അറിയില്ല. പക്ഷേ അവൻ്റെ സ്നേഹത്തിനു മുൻപിൽ കീഴടങ്ങുകയും നിവർത്തിയുള്ളൂ. പോകാൻ തന്നെ തീരുമാനിച്ചു. കുറച്ച് വിലയുള്ള ഒരു ജോഡി ഡ്രസ്സ് വാങ്ങി, പുതിയ ചെരുപ്പും. ഷോപ്പിൽ വന്ന് കുളിയും ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് പുതുതായി ഡ്രസ്സ് അണിഞ്ഞ് കാത്തിരിപ്പായി. അവൻ വരാമെന്ന് പറഞ്ഞതിൻ്റെ 2 മണിക്കൂർ മുമ്പെങ്കിലും ഞാൻ റെഡിയായി ഇരുന്നിട്ടുണ്ടാകും. ഇവിടെ എത്തിയതിനു ശേഷം നാട്ടിലേക്ക് ഒരിക്കലും പോയിട്ടില്ല. ആരെ കാണാൻ പോകണം? സമയമെടുക്കും തോറും വല്ലാത്തൊരു ഭയം. അവൻ വരില്ലേ? പക്ഷെ പറഞ്ഞ സമയത്ത് കൃത്യമായി തന്നെ അവൻ എത്തി. നാളെ ക്രിസ്മസ് ആണ്. ആശംസകൾ നേർന്നുകൊണ്ട് അവൻ കാറിൻ്റെ ഡോറ് തുറന്നു പിടിച്ചു. ആദ്യമായാണ് അവൻ കാറിൽ ഹോട്ടലിലെത്തുന്നത്. ഏതോ സ്വർഗത്തിലെത്തിയ പ്രതീതിയായിരുന്നു കാറിനകത്ത്. കുറച്ചു നേരം 2 പേരും പരസ്പരം സംസാരിച്ചില്ല. അവൻ എന്തോ ചിന്തിക്കുകയായിരുന്നു എന്ന് തോന്നി. പിന്നെ ചിരിച്ചുകൊണ്ട് എൻ്റെ നേരെ തിരിഞ്ഞ്, ഇമ്മാനുവൽ ആദ്യമായിട്ടാണല്ലേ പുറത്തേക്ക് പോകുന്നത്? അതെ. നാട്ടിലോട്ട് പോകുന്നില്ലേ? ആരെയും കാണാനില്ലേ? അവൻ ചോദിച്ചു. മറുപടി പറയണമെന്ന് തോന്നിയില്ല. മൗനമായി കുമ്പിട്ടിരുന്നു. അല്ലെങ്കിൽ ആദ്യമായി കാണുന്ന പുറംകാഴ്ചകൾ നോക്കിയിരിക്കുന്ന പോലെ പുറത്തേക്ക് നോക്കിയിരുന്നു. പതിയെ അവൻ്റെ തണുത്ത കൈകൾ എൻ്റെ ചുമരിൽ സ്പർശിച്ചു. സാരമില്ല, ഞാൻ തമാശ പറഞ്ഞതല്ലേ. കാണാൻ ആൾക്കാരൊക്കെയുണ്ട്, പക്ഷേ അവരെയൊന്നും കാണണമെന്ന് തോന്നുന്നില്ല. സംരക്ഷിക്കേണ്ടവർ തന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു തുടങ്ങിയപ്പോൾ രക്ഷപ്പെട്ടു പോന്നതാണ്. വരണ്ട കണ്ണുകളുമായി നിർവികാരനായി എൻ്റെ അമ്മയുണ്ടായിരുന്നു കൂട്ടത്തിൽ. അതാണ് ഏറെ വേദനിപ്പിച്ചത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മകനായി ഞാൻ പിറന്നതിൽ പകയോ ദേഷ്യമോ വൈരാഗ്യമോ സ്നേഹമോ കാരുണ്യമോ ഒന്നും എന്നോടുണ്ടായിരുന്നില്ല. ഇരുളിൻ്റെ മറവിൽ കുഞ്ഞായിരുന്ന എൻ്റെ ദേഹത്ത് ലൈംഗിക ചുവയോടെ തൊടുമ്പോൾ അമ്മയ്ക്കെങ്കിലും എന്നെ സംരക്ഷിക്കാം.
മറ്റെന്തെങ്കിലും മാർഗം തേടാമായിരുന്നു. ചെയ്തില്ല. അഭിമാനിയായിരിക്കാം, ആദർശഭ്രാന്തായിരിക്കാം എന്നെ ഇങ്ങനെ അകറ്റി നിർത്തിയത്. ഒരു നിമിഷം സഡൻ ബ്രേക്ക്. കാർ ഒന്ന് കുലുങ്ങി. ഞാൻ ആഷ്ലിൻ്റെ മുഖത്തേക്ക് ഒന്ന് പകച്ചു നോക്കി. ആ കണ്ണുകൾ കലങ്ങി ചുവന്നിരിക്കുന്നു. പതുക്കെ തലയുടെ പിൻഭാഗത്ത് അമർത്തി അവൻ്റെ നെറുകയിൽ ഒന്ന് മുത്തി. പറയരുതായിരുന്നു എൻ്റെ കഥ, അല്ലേ ആഷ്ലി? പക്ഷേ ഞാൻ കരഞ്ഞില്ല. ചങ്കോളം വന്ന് അമർന്നു നിന്ന് ഒരു തേങ്ങൽ അടക്കി പിടിച്ചിരുന്നു. നമുക്കിപ്പോൾ വീട്ടിലേക്ക് പോകണ്ട, കുറച്ചു നേരം എവിടെയെങ്കിലും കറങ്ങി ഇമ്മാനുവൽ ഒന്ന് നോർമൽ ആയതിനു ശേഷം പോകാം, ആഷ്ലി അഭിപ്രായപ്പെട്ടു. ഞാനൊന്ന് ചിരിച്ചു. ഞാൻ നോർമലാണ്, നോർമൽ അല്ലാത്തത് ആഷ്ലിയാണ്. രണ്ടുപേരും കുറച്ചുനേരം മുഖത്തോട് മുഖം നോക്കിയിരുന്നു. പതിയെ അതൊരു ചിരിയിൽ അവസാനിച്ചു. പോയേക്കല്ലേ? കറങ്ങാൻ ഇനി ഒരു ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ. എന്തായാലും ഇമ്മാനുവലിനെ ക്രിസ്മസ് കഴിഞ്ഞ ശേഷം മാത്രമേ ഷോപ്പിൽ പോകാൻ അനുവദിക്കൂ. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ മുൻവശത്ത് ഒരു അപ്പച്ചനും അമ്മച്ചിയും ഇരിപ്പുണ്ട്. വരൂ മക്കളെ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഞങ്ങളുടെ ഒപ്പം അകത്തേക്ക് കയറി. ആഷ്ലിനെ നോക്കി അമ്മച്ചി ചോദിച്ചു, ഇതാണല്ലേ നിന്റെ ഇമ്മാനുവൽ? അമ്മച്ചി അടുത്തു വന്ന് താടിയിൽ പിടിച്ച് മുഖം ഉയർത്തി എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ഞാൻ ഇവൻ്റെ വല്യമ്മച്ചിയാണ്, ഇത് വല്യപ്പച്ചൻ. ഇവൻ്റെ പപ്പയും അമ്മയും അമേരിക്കയിലാണ്. ഇവനെ ഞങ്ങളിവിടെ പിടിച്ചു നിർത്തി. തനിക്കതൊരു പുതിയ അറിവായിരുന്നു. ആഷ്ലി കണ്ണുകൊണ്ട് മുകളിലേക്ക് നോക്കി എന്തോ പറഞ്ഞു. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. അമ്മച്ചിയും അപ്പച്ചനുമായി കുറേ നേരം സംസാരിച്ചു. ക്രിസ്മസ് കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും അമേരിക്കയിലോട്ട് പോകും. പിന്നെ എന്നാ എപ്പോഴാ എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇമ്മാനുവലിനെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാനാ പറഞ്ഞത്. അമ്മച്ചി എനിക്കായി ഒരു പാക്കറ്റ് ഏൽപ്പിച്ചു. ഇത് മോനുള്ളതാണ്, അമ്മച്ചിയുടെ ക്രിസ്മസ് സമ്മാനം. അപ്പച്ചൻ ഈ സമയം അത്രയും എന്നെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പതുക്കെ എഴുന്നേറ്റ് വന്ന എൻ്റെ തലയിൽ ഒന്ന് തലോടി. മോളിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, നമുക്ക് ഫുഡ് കഴിക്കാം, അപ്പച്ചൻ സ്നേഹത്തോടെ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് മുകളിലേക്ക് ആഷ്ലിൻ്റെ റൂമിലേക്ക് ചെന്നു. അതൊരു കൊട്ടാരം തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആഷ്ലിൻ ഡ്രസ്സ് മാറി കട്ടിലിൽ കിടപ്പുണ്ട്. TV ഓൺ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത് ചെന്നിരുന്നു. എൻ്റെ പോക്കറ്റിൽ നിന്ന് അവനുള്ള സമ്മാനം എടുത്തു കൊടുത്തു. അതിശയത്തോടെ വാങ്ങി അത് തിരിച്ചും മറിച്ചു നോക്കി. എനിക്കിഷ്ടമായി ഇമ്മാനുവൽ, പക്ഷേ കഴുത്തിൽ നീ തന്നെ ഇട്ടതാ. അവൻ പറഞ്ഞതുപോലെ ഞാൻ ആ മാല കഴുത്തിലിട്ട് കൊടുത്തു. എന്തുപറ്റി? വന്നപ്പോഴത്തെ ഉത്സാഹമൊന്നുമില്ലല്ലോ. എൻ്റെ വാടിയ മുഖം കണ്ടിട്ടാവണം അവൻ ചോദിച്ചു. ഒന്നുമില്ല, ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഞാൻ. ഉണ്ട്, എന്തോ ഉണ്ട്, എന്നെ വിളിക്കണ്ട. ക്രിസ്മസ് കഴിഞ്ഞാൽ ആഷ്ലിൻ ഇവിടം വിട്ട് പോകുമല്ലേ? കുറച്ചു നേരം അവനൊന്നും സംസാരിച്ചില്ല. അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പതിയെ എൻ്റെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. ഞാൻ വരൂ ഇമ്മാനുവൽ, അവൻ എൻ്റെ ചെവിയിൽ പറഞ്ഞു. പിന്നെ കണ്ണുകളിലേക്ക് നോക്കി, നിന്നെ വിട്ട് ഞാൻ പോകില്ല. ഭക്ഷണവും ഒരു ദിവസത്തെ കറക്കവും കഴിഞ്ഞപ്പോഴേക്കും ക്രിസ്മസ് അവസാനിച്ചിരിക്കുന്നു. തിരിച്ച് ഷോപ്പിൽ കൊണ്ടാക്കി മടങ്ങുമ്പോൾ ആഷ്ലി എൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല. എനിക്കും അതിന് കഴിയുമായിരുന്നില്ല. ഞാൻ അമ്മച്ചി തന്ന പാക്കറ്റും എടുത്ത് നടന്നു. തിരിഞ്ഞു നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കോഫി ഷോപ്പിൻ്റെ സ്റ്റെപ്പ് കയറുമ്പോൾ പിന്നിൽ നിന്ന് അവൻ വിളിച്ചു, ഇമ്മാനുവൽ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാറിൻ്റെ ഡോറ് തുറന്ന് അവൻ പുറത്തേക്കിറങ്ങുന്നതാണ് കണ്ടത്. ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ സങ്കടത്തോടെ ആലിംഗനം ചെയ്തു. ഞാൻ വരും ഇമ്മാനുവൽ, ഞാൻ എഴുതാം. അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് ദൂരെ മറയുന്നത് വരെ നോക്കി നിന്നു. പഴയ ലോകത്തിലേക്ക് മടങ്ങി വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു. അതിനിടയിൽ 2 തവണ എഴുതി. പലപ്പോഴും അവൻ പറഞ്ഞിരുന്ന ആ പെൺകുട്ടിയെ അവൻ മനഃപൂർവ്വം മറന്നു കളഞ്ഞ പോലെ, എന്നെ കാണിക്കാത്ത പോലെ. ഞാനും അതേക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അവൻ്റെ റൂമിൽ ഫ്രെയിം ചെയ്തു വെച്ച ഒരു പെൺകുട്ടിയുടെ മുഖം ഇപ്പോഴും മനസ്സിലുണ്ട്. അപ്പച്ചനും അമ്മച്ചിയും അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവസാനം വന്ന എഴുത്തിൽ അതായിരുന്നു വിഷയം. പിന്നീട് എപ്പോഴോ എഴുത്ത് നിന്നുപോയി. പതിവ് പോലെ ജോലിയെല്ലാം തീർത്ത് കടയുടെ മുൻവശത്ത് വരാന്തയിലെ കസേരയിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. ഒരു കാറിൽ നിന്ന് 2 പെൺകുട്ടികൾ ഇറങ്ങുന്നതും അവർ തനിക്ക് നേരെ നടന്നു വരുന്നതും ഇമ്മാനുവൽ അറിഞ്ഞു. അതിലൊരു പെൺകുട്ടി ആഷ്ലിൻ്റെ ഭാവി വധുവായിരുന്നു. ഇമ്മാനുവൽ അല്ലേ? അവൾ ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു. അതെ, ഞാൻ ഉത്തരം പറഞ്ഞു. ഇത് ആഷ്ലിൻ തന്നതാണ്. കർത്താവിൻ്റെ രൂപം കുത്തിയ കുരിശുള്ള ഒരു സ്വർണ്ണമാല. അവൾ മറ്റൊന്നും പറഞ്ഞില്ല. കാറിലേക്ക് തിരിച്ചു നടന്നു. ഞാൻ പിറകെ ചെന്നു. ആഷ്ലി എന്ന് വരും? അവൾ ഒന്നും മിണ്ടിയില്ല. കുറ്റബോധത്തോടെ ഞാൻ കീഴ്പോട്ട് നോക്കി നിന്നു. കൂടെ വന്ന പെൺകുട്ടി അവളുടെ അനിയത്തിയായിരിക്കണം. അവൾ പറഞ്ഞു, അച്ചായ ഇനി വരില്ല. 15 ദിവസം മുമ്പ് നടന്ന ഒരു കാർ അപകടത്തിൽ അവർ 5 പേരും കൊല്ലപ്പെട്ടു. ഞങ്ങൾ പോയിരുന്നു. ഇന്നലെയാണ് മടങ്ങിയത്. മരിക്കുന്നതിന് മുമ്പ് ഇത് ഇമ്മാനുവലിന് തരാൻ ഏൽപ്പിച്ചതാണ്. കാറിൽ കുമ്പിട്ടിരുന്ന് ആഷ്ലീൻ്റെ ഭാവി വധു കരയുന്നുണ്ടായിരുന്നു. പുറത്ത് ഞാനും
കരയാൻ മറന്ന് നിശ്ചലനായി നിന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.